സിത്തനവാസൽ കേവ്സിലേക്കുള്ള പ്രധാന എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ കേവ്സിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ബസ് സർവീസൊന്നും നിലവിലില്ല. നമ്മുടെ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് വേണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. ഈ കാണുന്ന വഴിയിലൂടെ 1.5 കിലോമീറ്റർ നടന്നു വേണം നമ്മളവിടെ എത്തിച്ചേരാൻ. ഈ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായി മനോഹര കാഴ്ചകളാണ് കാണപ്പെടുന്നത്. ഒരു വശത്ത് നീണ്ടുകിടക്കുന്ന വലിയ കൂറ്റൻ പാറകളും മറുഭാഗത്ത് പച്ചയായി പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളുമാണ് കാണപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ധ്യാനനിരതരായി ജൈനമുനിമാർ ജീവിച്ചിരുന്നൊരു പുണ്യഭൂമി. കാലം ഏൽപ്പിച്ച മാറ്റങ്ങളിലും മങ്ങാതെ കിടക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചുവർച്ചിത്രങ്ങൾ. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള സിത്തനവാസൽ എന്ന ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ ചരിത്രാന്വേഷികളെയും യാത്രാപ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് സിത്തനവാസൽ. 2-ാം നൂറ്റാണ്ടിലെ ജൈന സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളും അതുപോലെ എല്ലാം തന്നെ പാറകളിൽ തീർത്ത വലിയ ഗുഹാക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന അജന്ത ശൈലിയിലുള്ള ചുവർ ചിത്രങ്ങൾ, ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള സിത്തനവാസൽ കേവ്സിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിലാണെന്നാണ് കരുതപ്പെടുന്നത്. പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാരാണ് ഇത് പുതുക്കി പണിത് ഈ നിലയിലെത്തിച്ചത്. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 10-ാം നൂറ്റാണ്ട് വരെ ഇതൊരു പ്രധാന ജൈനമത കേന്ദ്രമായിരുന്നു. ജൈന സന്യാസിമാർ ധ്യാനിക്കാനായി ഉപയോഗിച്ചിരുന്ന ശിലാശയങ്ങൾ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ നീണ്ടു കിടക്കുന്ന ഒറ്റപ്പാറയിലാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ആ കാലത്ത് ഇത് എങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചതെന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഒന്ന് പോയി കാണാം. നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടതും വലതും ഭാഗത്തായിട്ട് 2 വലിയ ശില്പങ്ങളാണ്. നേരെ കാണുന്നതും അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയ മറ്റൊരു ശില്പവും. ഇതിൻ്റെ മേൽക്കൂരയിൽ
ആ കാലത്ത് എണ്ണച്ചായങ്ങൾ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ വരച്ച നിരവധി ചുവർച്ചിത്രങ്ങളാണ്. ഈ ചുവർച്ചിത്രങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അകത്തെ കാഴ്ചകൾ അധികം കാണിക്കാത്തത്. എന്നാലും പുറത്തു നിന്നുകൊണ്ട് പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം.